Treasury. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിൽ കുറവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ ജനീവയിൽ ചേർന്ന ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇറാനുമേലുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതിന് പകരമായി തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണത്തിൽ കുറവ് വരുത്താമെന്ന് ഇറാൻ സമ്മതിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളും ഇറാനുമായി ഇടക്കാല കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉടമ്പടിക്കെതിരാണെന്നും ഇടക്കാല ഉടമ്പടിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി ചൂണ്ടിക്കാട്ടിയിരുന്നു. കരാർ ഒപ്പുവെച്ചതിന് തൊട്ടുപിന്നാലെയും കെറി ഇതേ അഭ്യർത്ഥന നടത്തിയിരുന്നു. ഇറാനെതിരായ പുതിയ ഉപരോധവുമായി ബന്ധപ്പെട്ട് US കോൺഗ്രസ് ചർച്ച ആരംഭിച്ച സാഹചര്യത്തിലാണ് കെറി നിലപാട് ആവർത്തിച്ചത്. ഈയൊരു പശ്ചാത്തലത്തിലാണ് US അണ്ടർ സെക്രട്ടറി ബെന്നി ഷെർമാനും കോൺഗ്രസ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇറാനുമായുള്ള ചർച്ചകളെ ബാധിക്കുമെന്ന് ഷെർമാൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് സൂചന നൽകി. അതേസമയം രാജ്യത്തിനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് കരാർ ലംഘനമാണെന്നും അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ജാവേദ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.